പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്, കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതീകരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയോ ചെയ്യാതെ അത് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മാപ്പ് ചോദിക്കുന്നതിനെ കുറിച്ചാണ് ഭൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വർത്തമാനകാലവും അതുപോലെ ഒരു വിഷയമാണ്. ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു. വാട്ട് യു ആർ ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നിന്റെ വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രാജാക്കന്മാര് 19:13 എടുത്തേ. അപ്പോൾ ഏലിയ
മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു. ഏലിയാ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇത് എപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കണ കാലത്ത് എല്ലാ സ്റ്റഡി ഹാളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിലിക്കും. ഡീഡിലെന്ന് പറയും. ഡീഡർ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കണ സമയത്ത്. അപ്പോൾ നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഉത്തരവാദിത്വം. അതാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് റീൽസ് നോക്കി ജീവിതം പോണാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത്. കഴുത്തിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കണ മനുഷ്യർ അടുത്ത ജന്മത്തിൽ. ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം. പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും. പ്രസവിക്കാൻ സാധ്യതയില്ല. വയറ് വളർന്ന് നടക്കേണ്ടി വരും. കാര്യം ഈ ചോദ്യചിഹ്നം പോലെ. കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈൽ നോക്കി റീൽസും കണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ. പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ, ഇപ്പം നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ്. സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ്. നമ്മുടെ ബോഡിയൊക്കെ അസ്ഥിയൊടിയണമെങ്കിൽ അതൊക്കെ കൂടും. കോശങ്ങളൊക്കെ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ അതൊക്കെ മാംസം വെച്ച് കൂടും. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാലിൽ കൂടി അതിൻ്റെ ഫുട് റെസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു. അപ്പോൾ 41 ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി ചികിത്സയിലായിരുന്നു. അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവരും. എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണത്. പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടി കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത്. വാ പൊളിച്ചു കഴിഞ്ഞാൽ താഴത്തെ തടി മൊത്തമല്ലേ, മുകളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കണേ. താഴത്തെ സാധനമാണ് ഞാൻ അങ്ങോട്ട് നടക്കുന്നത്. ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല. അപ്പം ഹെൽമെറ്റൊക്കെ ഇല്ല, ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല. അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കണത്. അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത്. അപ്പം അത് എളിമ വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും, എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടുക തട്ടുക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറയണത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയത്തുള്ളൂ. അതാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു കാര്യം വേണ്ട. വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തനെ കണ്ട അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അതൊക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണി മേടിക്കണത്. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും. അഹങ്കാരം വന്ന ദൈവം അപ്പം തന്നെ അവിടുന്ന് മാറും, പ്രൊട്ടക്ഷൻ പോകും. അത് വളരെ ശ്രദ്ധിച്ച്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഉണ്ടാകണം. ഇപ്പം നീ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ 80-ൽ പോവുകയാണ്. അപ്പം അവിടെ
80 പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് അവിടെ നേരത്തെ എത്താവുന്ന, നേരത്തെ 5 മിനിറ്റ് എത്തിയാലും 50 മിനിറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ള, അത് ഇനി എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും. ജീവിതം ദൈവത്തിൽ നിരക്കുന്നതായിരിക്കും. ദൈവം ആ ചോദ്യം ഏലിയോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവനേക്കാൾ നല്ല ഉത്തരം വരെ കിട്ടാനുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ഞാൻ ജ്വലിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും ഏലിയയെ പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ പറയേണ്ടത് നല്ലതാണ്. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ പ്രസൻറ്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മളത് നിരീക്ഷിച്ചു വെച്ചാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. MDയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ കിട്ടിയ ഒരേ ഒരു വ്യക്തിയും ഞാനാണ്. അത് കഴിഞ്ഞ് യൂട്രസിൻ്റെ ഓപ്പറേഷനും ചെയ്യാൻ പറഞ്ഞു അവർ. ആ നവംബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതിന് ശേഷമാണ് യൂട്രസിൻ്റെ ഓപ്പറേഷൻ. ആ യൂട്രസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1-2 ആഴ്ച വീട്ടിൽ വന്നു. അപ്പോൾ യൂറിൻ നിൽക്കണില്ല. ഇവിടെ വന്ന് അപ്പം ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും ചെന്നപ്പം ഡോക്ടർ CT ചെയ്തു. ഞങ്ങളോട് വ്യക്തമായി എന്താണ് ഉണ്ടായത് എന്ന് അവർ പറഞ്ഞില്ല. ട്യൂബ് ഇട്ട് വീട്ടിൽ പോകാൻ വീണ്ടും പറഞ്ഞു. വീട്ടിൽ വന്നു. 2 ആഴ്ചയ്ക്കുള്ള മെഡിസിൻ തന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ യൂട്രസിൻ്റെ ട്യൂബും യൂറിൻ ബാഗും ഒക്കെ ഇട്ടിട്ടും എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് ഞാൻ ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ അച്ഛൻ്റെ ടോക്കൺ കിട്ടും. ലൈനിൽ നിന്നു അച്ഛനെ കണ്ടു വിവരം പറഞ്ഞു. അച്ഛൻ മാതാവിൻ്റെ കൂടെ പോയി പ്രാർത്ഥിച്ചു. എൻ്റെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ വെള്ളിയാഴ്ച ഞാൻ CTക്ക് കയറിയപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൻ്റെ 3 കവർ പത്രമുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എൻ്റെ യൂറിൻ്റെ ബാഗ് ഒരു കവറിലാക്കി, ബാക്കി എല്ലാ പത്രവും ഞാൻ ഈ മറ്റേ കവറിലാക്കി. കാലത്ത് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കയറി പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന എല്ലാവർക്കും പത്രം കൊടുത്തു. അപ്പോഴേക്കും ഡോക്ടേഴ്സ് അവിടെ നിന്ന് അറിഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന്. ഡോക്ടേഴ്സിനറിയാം അവരുടെ മിസ്റ്റേക്കാന്ന് നമുക്കറിയില്ല. അവർ പറഞ്ഞു, ലിജിയോട് പറയേ നേരെ CTക്ക് കയറിക്കോളാൻ. CTയുടെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പകുതി പൈസ മതി. CTക്ക് കയറി 1.5 മണിക്കൂർ കൊണ്ട് CT എടുത്തു. അപ്പോൾ എനിക്ക് കീമോ ചെയ്ത് ഞരമ്പൊന്നും കിട്ടില്ല. അന്ന് CTയുടെ മരുന്ന് കയറ്റാൻ ഞരമ്പൊക്കെ ക്ലിയറായിട്ട് കിട്ടി. CT കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെന്താ കാര്യം എന്ന് പറയുന്നില്ല. പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ കാര്യം ഇനിയും പോക്കാന്നാണ് തോന്നണേ. ഇവർ ഇത്രയും നേരം CT എടുക്കാൻ എന്താ. പക്ഷേ CTയുടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലിജി ദിസ് ഈസ് യുവർ ഏർലിയർ CT സ്കാന്. ഇപ്പോൾ കാണുന്നത് ഇതാണ്. ഇറ്റ് ഈസ് വാനിഷ്ഡ്. അപ്പോൾ ഞാനിങ്ങനെ തരിച്ചു നിന്ന് പോയി. അപ്പോൾ തന്നെ അവിടെ സർജൻ ഫോൺ ചെയ്തു, ലിജി അവിടെ ഉണ്ടോ? ലിജി ഇവിടെ ഉണ്ട് ഡോക്ടർ സുബി. ഇറ്റ് ഈസ് വാനിഷ്ഡ്, നത്തിങ് ഈസ് ദർ.
അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, അവർ ഡിസ്കസ് ചെയ്തു, ഞങ്ങളോട് സർജൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഡോക്ടേഴ്സ് വീഡിയോ കോളിൽ വിളിച്ച് യൂറോൻ്റെ ഡോക്ടറെയും എല്ലാ ഡോക്ടേഴ്സിനെയും പരസ്പരം ഡിസ്കസ് ചെയ്തു. ആ ഹോള്, അവരുടെ ബ്ലാഡറിൽ വന്ന ഹോള് ഞങ്ങൾക്ക് അപ്പോഴാണ് അവർ സ്ക്രീനിൽ കാണിച്ചു തരുന്നത്. ഇറ്റ് വാസ് എ ബിഗ് ഹോൾ. അതുമാത്രമല്ല, അന്ന് ഞാൻ അച്ഛനെ കാണാൻ വന്നപ്പം എൻ്റെ ചെറിയ മോൻ കൂടെ ഉണ്ടായിരുന്നു. അവന് പഠിക്കാൻ കുറച്ച് ബാക്കാണ്. അച്ഛൻ തലയിൽ അവൻ്റെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അവന് കെമിസ്ട്രി എക്സാമാണ്, ബോർഡ് ICC ആണ്. അപ്പോൾ പ്രീ ബോർഡിന് അവൻ കെമിസ്ട്രിക്ക് തോറ്റേക്കാണ്. മിസ്സ് പറഞ്ഞു അവൻ തോറ്റേക്കാണ്, അമ്മയുടെ അസുഖമായതുകൊണ്ട് ഞാൻ അവനെ ജയിപ്പിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ബോർഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് 90 മാർക്കാണ് കെമിസ്ട്രിക്ക്. ഞാൻ എന്നും ദശാംശം ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരാളാണ്. ദശാംശം ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണോ എനിക്ക് ക്യാൻസർ വന്നതെന്ന് ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കാനും എന്നെ കൂടുതൽ എളിമയിലേക്ക് വളർത്താനും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഈശോ എനിക്ക് ക്യാൻസർ തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദശാംശം കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, ഞാൻ എൻ്റെ മൂത്ത മകനെ കാലിന് മുട്ടിന് ഭയങ്കര നീര് വന്നു. അവന് തീരെ വയ്യാതെയായി. ഹസ്ബൻഡ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 25,000 രൂപയുടെ ടെസ്റ്റുകൾക്ക് ഡോക്ടർ എഴുതി. അവന് വാദമാണോ റൊമാറ്റിസ് ആണോ ഭയങ്കര സീരിയസ് ആയ പ്രോബ്ലം ആണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. റിസൾട്ട് മേടിക്കാനായിട്ട് പോകാനായിട്ട് ഹസ്ബൻഡും മോനും കൂടി പോയപ്പം ഞാൻ ബാങ്കിൽ പോയി. അവിടുന്ന് അങ്ങനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ രോഗികളെ കാണാൻ പോവില്ലായിരുന്നു, കാരണം ഞാൻ തന്നെ ഒരു രോഗിയാണ്. ഞാൻ ആകെ കൂടി കണ്ടത് ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ക്യാൻസർ രോഗിനെ മാത്രമായിരുന്നു. ഞാനപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് 50 ബ്രെഡ് പാക്കറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് ഫോൺ ചെയ്തു. ബാങ്കിലേക്ക് അവർ 50 ബ്രെഡ് പാക്കറ്റുമായിട്ട് എത്തുമ്പോഴേക്കും ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു, അതെ അവന് കാലിനൊന്നും ഒരു പ്രശ്നവുമില്ല, റിപ്പോർട്ടെല്ലാം ഓക്കെയാണ്, ഇനി എന്തെങ്കിലും നീർക്കെട്ടായിരിക്കുള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് അവൻ പറഞ്ഞു. ഇതിനേക്കാളൊക്കെ കുറേയേറെ നന്മകൾ അമ്മ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മാതാവിനും യേശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അലക്സ് അഗസ്റ്റിൻ. ഞാൻ അങ്കമാലിക്ക് അടുത്തുള്ള എളവൂരിൽ നിന്ന് വരുന്നു. 2020 ജനുവരി 26 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഉടമ്പടിയുടെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എൻ്റെ അനിയൻ്റെ പട്ടം അടുത്ത് വരികയായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണം നടക്കണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടുമായിരുന്നു ഞാൻ മെയിനായിട്ട് അതിൽ ഉദ്ദേശിച്ചിരുന്നത്. അത് രണ്ടും ദൈവം നടത്തി തന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ ഇവിടെ വരാനിടയായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാനഡ സ്റ്റുഡൻറ്റ് വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു തടസ്സം കാരണമാണ് ഞാനിവിടെ വന്നത്. 2022 ജൂൺ 10 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ അതിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് എഴുതിയേ. ഞാനപ്പോൾ കാനഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ അങ്ങേക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നടത്തി തന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കാനഡ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നി അവിടേക്ക് എനിക്ക് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് നടന്നേനെ. പക്ഷേ അത് കാരണം ഞാനപ്പോൾ മാറ്റി, എൻ്റെ സ്ഥലം ഞാൻ അയർലൻഡാക്കി മാറ്റി. അപ്പോൾ അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ റെഡിയാക്കി തരണമെന്നായിരുന്നു എൻ്റെ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്. ആ 6ാമത്തെ നിയോഗം അങ്ങനെ വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ തുടക്കം തുടങ്ങി അവസാനം വരെ തടസ്സങ്ങളോട് തടസ്സം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസ ഓൾറെഡി കാനഡ റിജക്റ്റ് ആയ കാരണം ഇനി അയർലൻഡ് ആണെങ്കിൽ ഫണ്ടാണ് അവർ മെയിനായിട്ട് നോക്കണേ. അപ്പോൾ നമ്മുടെ ഫണ്ടൊന്നും പ്രോപ്പറൊന്നും അല്ലായിരുന്നു. അപ്പോൾ പിന്നെ വലിയ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട്, ഓരോരുത്തരുടെ ടെസ്റ്റിമോണി റിജക്റ്റ് ആയവരുടെ ഞാൻ മെയിനായിട്ട് നോക്കുകയുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നതൊക്കെ എൻ്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് റിജക്റ്റ് ആയത്. അപ്പോൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ആണെന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴെൻ്റെ ഉള്ളിൽ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം മാതാവ് നോക്കിക്കോളും. അങ്ങനെയും അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിനൊരു പോസിറ്റീവാക്കി ഞാൻ മാറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ മാസവും ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാ മാസവും ഞാൻ വരുമായിരുന്നു. എൻ്റെ ഒരു ആൻറ്റിയും കൂടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതുക്കി അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ 15 എന്നുള്ളൊരു ഡേറ്റ് എൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ മാനസികമായിട്ട് ചിന്തിച്ചതല്ല, പെട്ടെന്ന് അങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ 15 ഇങ്ങനെ വന്നായിരുന്നു.
അത് കഴിഞ്ഞ് ഈ ആൻറ്റി എൻ്റെ അടുത്ത് ഒരു മാസം കഴിഞ്ഞ് പറഞ്ഞു, നിൻ്റെ സെപ്റ്റംബർ 15 നിൻ്റെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചത് ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറയായിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 15 രാവിലെ ഇവിടെ നിന്ന് എംബസിയുടെ ഓഫീസിൽ നിന്ന് വന്നേക്കാം. ഞാൻ 2018 തൊട്ട് 2020 വരെ ദുബായിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ വിളിച്ച് മെയിൽ ചെയ്തു. അപ്പം ഞാൻ ആദ്യം അന്വേഷിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ അന്വേഷിച്ചത് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു 10 തൊട്ട് 20 ദിവസം വരെ പിടിക്കുമെന്ന്. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തിനുള്ളിലൊക്കെ കിട്ടണത് കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരവിടുത്തെ ഏജൻസിയിൽ അന്വേഷിച്ച് ഒക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ ഏജൻസിയുടെ നമ്പർ എനിക്ക് തന്നായിരുന്നു. അയാളോട് ഞാൻ വിളിച്ച് ചോദിച്ചു, സാറേ ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ 24 മണിക്കൂറിനാണ് പുള്ളി പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിലാണ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് കിട്ടിക്കഴിഞ്ഞാലാണ്, അന്ന് സെപ്റ്റംബർ 15 അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇത് ഞാനങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചേണേ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ചിലർക്ക് 1 മണിക്കൂറിനുള്ളിൽ കിട്ടിയെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പം അത് ഒരു 1:45 15 ഉച്ച കഴിഞ്ഞ് ഒരു 1:45 ഞാൻ ഈ PCCക്കുള്ള ആപ്ലിക്കേഷൻ അവിടെ ദുബായിൽ സബ്മിറ്റ് ചെയ്തേക്കണേ. ആ ഏജൻറ്റ് 3 മണിയായപ്പോഴേക്കും 3:07 അത് കിട്ടി. ഞാനപ്പോൾ മെയിലിങ്ങനെ ഫ്രീക്വൻ്റായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി, എങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ. കറക്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 3:07 വന്നിട്ടുണ്ട്. പിന്നെ അയർലൻഡിൻ്റെ ഇതാണെങ്കിൽ അവർ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഡിസിഷൻ തന്നെ. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി വരെയുള്ള പ്രോസസ്സിംഗ് ആണ് വെള്ളിയാഴ്ചത്തേൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇനി അത് കിട്ടിയിട്ടാണ് 3:07 ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് അടുത്ത ദിവസത്തെ റിസൾട്ടിൽ എൻ്റെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാലും ഞാൻ ഏജൻസി പറഞ്ഞു ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവ്, എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ചൊവ്വാഴ്ചത്തേൽ വരുമെന്നുള്ള ധാരണയിലിരുന്നേ. എനിക്കന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയായപ്പോൾ വന്നേ, 16-ാം തീയതി 9 മണിയായപ്പോൾ വന്ന് ഞാൻ കിടന്നുറങ്ങണേൻ്റെ ഇടയ്ക്കാണ് വിളിക്കണത്. നല്ല ക്ഷീണം, രാത്രി ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഉറങ്ങി ഒരു 2 മണിക്കൂറിനുള്ളിൽ ഫോൺ വന്നേക്കാണ്. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുക്കണേ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാനാകെ വണ്ടറടിച്ചു പോയി. കാരണം എല്ലാം എൻ്റെ ഭാഗത്ത് നെഗറ്റീവായിരുന്നു. കാരണം റിജക്ഷനുള്ള ചാൻസ് ആയിരുന്നു കൂടുതൽ. അപ്രൂവ് ആയെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ ഞാൻ ആ സൈറ്റിൽ കയറി നോക്കി. സൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്, അപ്രൂവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച എനിക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പം ഞാൻ അതിൽ ഡേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 15-ാം തീയതിയാണ് അതിൽ എൻ്റെ വിസ അപ്രൂവ് ആയ ഡേറ്റ് അതിൽ അടിച്ചേക്കണേ. അപ്പം മാതാവ് ഈ ഒരു അത്ഭുതത്തോടു കൂടി എൻ്റെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചേക്കാണ്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിഷയ എന്നാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് മാതാവിനോട് തിരുക്കുമാരനോട് നന്ദി പറയട്ടെ. 2019 മാതാവിനെ പറ്റി, കൃപാസന മാതാവിനെ പറ്റി എനിക്ക് അറിയാനുള്ള അനുഗ്രഹം ഉണ്ടായത്. എൻ്റെ ഒരു കൂട്ടുകാരിൽ നിന്നാണ് ആദ്യമായിട്ട് മാതാവിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. അതിന് മുമ്പോ അതിന് പിമ്പോ ഒന്നും ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടിനെ പറ്റിയോ മാതാവിനെ പറ്റിയോ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാനൊരു ഹിന്ദുമത ആളാണ്, ഹിന്ദുമതത്തിലുള്ള ആളാണ്. അപ്പോൾ 2019 ഞാൻ നേഴ്സായിട്ട് സൗദിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു 1.5 വർഷം കൊണ്ട് എൻ്റെ സിസ്റ്റം, അതായത് MOH, എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ MOH സിസ്റ്റത്തിലാണ് എല്ലാ വെക്കേഷനും കാര്യങ്ങളും ലീവും സാലറിയും എല്ലാം വരുന്നത്. ഒരു 1.5 വർഷമായിട്ട് എൻ്റെ സിസ്റ്റം ഓപ്പൺ അല്ലായിരുന്നു. ആദ്യം അത് 1 വർഷമായപ്പോൾ അവർ കുഴപ്പമില്ല പോട്ടെ, മാനുവലിലെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആദ്യത്തെ വർഷം മാനുവലിൽ ലീവ് പോയി, വെക്കേഷനും വന്നു, സാലറി എല്ലാം വന്നു. 2ാമത്തെ വർഷമായപ്പോൾ മാനുവൽ ലീവ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ 1.25 വർഷമായി നീ സിസ്റ്റത്തിലല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നു, ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു 10
10 ബിൽഡിങ്ങുകൾ ഞാൻ ഒരു 3-4 മാസത്തോളം കയറി ഇറങ്ങിയിട്ട് എനിക്കിത് ശരിയായി കിട്ടിയില്ല. അവസാനം ഞാൻ മടുത്തു. ആ സമയത്താണ് എൻ്റെ കൂട്ടുകാരി കൃപാസന മാതാവിനെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ മാതാവിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, എനിക്കറിയില്ല മാതാവ് എന്താണെന്ന്. പ്രത്യേകിച്ച് ഹിന്ദു ആയത് കാരണം എനിക്കറിയില്ല എന്താണെന്ന് പ്രാർത്ഥന. പക്ഷെ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഞാൻ ജപമാലയൊക്കെ അർപ്പിക്കുമായിരുന്നു. ആ പ്രാർത്ഥനകളെല്ലാം എനിക്ക് കാണാണ്ട് അറിയായിരുന്നു. അപ്പോൾ ഇവളിത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ പറയട്ടെ, ഇതൊന്ന് ശരിയാക്കി തരുവാണെങ്കിൽ എൻ്റെ ജോലി എനിക്ക് തിരികെ കിട്ടും, അതോടെ എൻ്റെ കുടുംബം രക്ഷപ്പെടും. ഇതൊന്ന് ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ മാതാവിനെ ഇവിടെ വന്ന് കണ്ടോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇതൊരു 3-4 മാസമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇത് ശരിയാവാതെ ഞാൻ പോകും തിരിച്ചു വരും. അവസാനം എനിക്ക് തന്നെ മതിയായി. ഞാൻ തന്നെ മനസ്സുകൊണ്ട് തീരുമാനിച്ച് തിരിച്ചു പോകാം, ജോലിയിൽ തുടരണ്ടെന്ന് തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇവളിത് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലല്ലേ നടക്കുള്ളൂ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിഷ, നിൻ്റെ സിസ്റ്റം ഓണായിട്ടുണ്ട്, നീ വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഇത്രയും മാസങ്ങളായിട്ട് ഈ ഓണാകാത്ത സിസ്റ്റം ഇപ്പം ഓണായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി അത് എനിക്കൊന്ന്, എൻ്റെ പേരാണ് അതിനകത്തുള്ളതെന്ന് ചേച്ചി എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ പേര് എൻ്റെ ID-യിൽ പുതിയൊരു സിസ്റ്റം ഓണായി വന്നേക്കുന്നു. ആ സിസ്റ്റത്തിനകത്ത് ഞാൻ ഇതുവരെ ചെയ്ത